ആപ്കി അദാലത്തിൽ അണ്ണാ ഹസാരയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ജനാധിപത്യത്തിനെ ബലഹീനമാക്കുന്നു എന്നുള്ളതാണ്. അണ്ണാ സാർ, കേന്ദ്ര സർക്കാരിലുള്ള വലിയ വലിയ മന്ത്രിമാർ അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കളുടെ പോരാട്ടം കാരണം ജനാധിപത്യം ബലഹീനമാകുന്നു, നിയമം ഉണ്ടാക്കുന്ന അധികാരം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളുടെ അധികാരം താങ്കൾ എങ്ങനെ കയ്യിലെടുക്കുന്നു എന്ന് ചോദിക്കുന്നു. പാർലമെന്റിനേക്കാൾ വലിയ സർക്കാർ ജനങ്ങളാണെന്നുള്ളത് മറന്നു. ജനങ്ങൾ തങ്ങളുടെ റെപ്രസെന്റേറ്റീവായി ഇവരെ വിശ്വസിച്ച് തെരഞ്ഞെടുത്തു പറഞ്ഞയക്കുകയാണ്. അതേ ജനങ്ങളാണ് പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു നിയമം വേണമെന്ന്. അതിനനുസരിച്ചുള്ള നിയമം സർക്കാർ കൊണ്ടുവരണം. ഇത് ജനങ്ങളുടെ ഒരു പ്രഷറാണെന്ന് കരുതാം. ജനങ്ങൾക്കെന്താ അതിനുള്ള അവകാശമില്ലേ? നിങ്ങൾ ദുർബലമായ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം? ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന വീക്കായിട്ടുള്ള നിയമങ്ങൾ കാരണമാണ് ഇപ്പോഴും അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഴിമതി കൂടുതലായിട്ടുണ്ടെങ്കിലും നിയമത്തെ ആർക്കും പേടിയില്ല. നിയമം വീക്കാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ശക്തമായ നിയമം വേണമെന്ന് പറയുന്നത്. അങ്ങനെ നിയമം കൊണ്ടുവന്നാൽ തീർച്ചയായും കറപ്ഷൻ ഇല്ലാതാക്കാൻ കഴിയും. ഇത് സർക്കാർ ചെയ്യണം. സർക്കാർ മുതലാളിയല്ലല്ലോ. സർക്കാർ സേവകരാണ് ജനങ്ങൾക്ക്. ജനങ്ങൾ പറയുന്നു. ജനങ്ങൾ അവർക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, ഈ രാജ്യത്തിനു വേണ്ടി കൂടിയാണ്. അത് ഇപ്പോഴുള്ള സർക്കാർ മനസ്സിലാക്കണം. സാർ, മറ്റൊരു കാര്യവും സർക്കാർ പറയുന്നുണ്ട്. എല്ലാവരും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജന്തർ മന്ദറിൽ ഇരുന്ന് നിരാഹാരം ഇരിക്കും, ധർണകൾ നടത്തും, എന്ത് വേണമെങ്കിലും ചോദിക്കും, പ്രഷറിൽ സർക്കാരും ചെയ്തു കൊടുക്കുമെന്നും പറയുന്നു. ഇതൊരാൾ പറയുന്ന ഡിമാൻഡല്ല, ഇൻഡിവിജ്വലല്ല. ഇൻഡിവിജ്വലായ ആവശ്യങ്ങൾക്കുള്ള നിയമപോരാട്ടം വേറെ. ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് ഇത് അത്യാവശ്യമാണെന്ന് പറയുന്നതാണ് ഇപ്പോഴുള്ള ഈ പോരാട്ടം. അങ്ങനെയുള്ള ഒരു ആവശ്യത്തെ സർക്കാർ സീരിയസ് ആയിട്ടെടുക്കണം. അത് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ അവരെ പാഠം പഠിപ്പിക്കും. ഇത് സംഭവിച്ചിരിക്കും. എന്റെ പക്കൽ ഒന്നും തന്നെയില്ല. ഞാനൊരു അമ്പലത്തിലാണ് താമസിക്കുന്നത്. അതായത് 8-ന് 10 ഒരു മുറി, ഉറങ്ങാൻ പായയുണ്ട്, കഴിക്കാൻ പ്ലേറ്റുണ്ട്. പക്ഷേ 6 ക്യാബിനറ്റ് മിനിസ്റ്ററെ പൊക്കി കറപ്ഷന്റെ പേരിൽ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. എനിക്ക് കഴിയും. അത് നമുക്ക് ചെയ്യേണ്ടതായി വരും. സ്വാതന്ത്ര്യമെന്ന പേരിൽ ഇതുപോലെ അഴിമതി കാണിക്കുന്നവർക്ക് ജനങ്ങൾ പാഠം പഠിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഞാൻ ജയന്തി നടരാജന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. കോൺഗ്രസിന്റെ നേതാവാണ്. അതുപോലെ തന്നെ ജനാർദ്ദൻ അദ്വൈതി, പിന്നെ പി ചിദംബരത്തിനെ പോലുള്ള വ്യക്തികൾ, അവരെല്ലാം ഒരു കാര്യമാണ് പറയുന്നത്. അതായത് അണ്ണാ ഹസാരെ പോലുള്ള വ്യക്തികൾ ജനങ്ങളുടെ, അതായത് അവരുടെ ശക്തി പ്രയോജനപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് അവർ കുറ്റം ആരോപിക്കുന്നു. സർക്കാർ ഇത് ബ്ലാക്ക്മെയിലാണെന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങളുടെ അവകാശമാണ്. ഈ അവകാശമാണ് സർക്കാരിനോട് ജനങ്ങൾ പറയുന്നത്. സർക്കാർ ഇതിനെ ബ്ലാക്ക്മെയിൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തിനു വേണ്ടി ആ ബ്ലാക്ക്മെയിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ രാജ്യത്തിനു വേണ്ടി, രാജ്യ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കും. താങ്കൾ നിയമമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇലക്ഷനിൽ നിൽക്കാൻ പാടില്ല? ഇലക്ഷനിൽ നിൽക്കൂ, പാർലമെന്റിലേക്ക് പോകൂ, അവിടെ ഇരുന്ന് പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക. അരവിന്ദ് കെജ്രിവാളിന് ഇലക്ഷൻ നിൽക്കാം, കിരൺ ബേഡിക്ക് നിൽക്കാം, താങ്കൾക്ക് ഇലക്ഷനിൽ നിൽക്കാമല്ലോ. ഇത് ഞാൻ അംഗീകരിക്കുന്നു. നാളെ ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ എന്റെ ഡെപ്പോസിറ്റ് പോലും കിട്ടിയെന്ന് വരില്ല. ഡെപ്പോസിറ്റ് തന്നെ നഷ്ടപ്പെടും. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കാം. അവര് പറയുന്ന കേട്ടില്ലേ, ചെലവ് ചെയ്യാൻ 10 കോടി രൂപയൊന്നും എന്റെ കയ്യിലില്ല. എന്റെ അടുത്ത് ബാങ്ക് ബാലൻസ് ഇല്ല. അതുകൊണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ കഴിയില്ല. ഇത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജനങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചാൽ ജനപ്രതിനിധികൾക്ക് ചെയ്യാൻ കഴിയാത്തത് ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ജനങ്ങളെ സേവിക്കുന്നവരാണെല്ലാവരും. താങ്കളെ അൺഎലക്റ്റഡ് ഡിക്റ്റേറ്റർ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഇലക്ഷനിൽ നിൽക്കാനും സാധിക്കില്ല, ജയിക്കാനും സാധിക്കില്ല. പക്ഷേ സർവാധികാരിയെ പോലെ നടക്കുന്നു എന്ന് കുറ്റം ആരോപിക്കുന്നു. ഞാൻ സർവാധികാരിയെ പോലെ പെരുമാറുന്നു എന്ന് അവർ പറഞ്ഞാൽ ഞാൻ ഇതുപോലെ സർവാധികാരിയായിട്ട് തന്നെ തുടരാം, ഈ രാജ്യത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി. പക്ഷെ എൻ്റെ ലൈഫ്, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. സമൂഹത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. ജീവിതത്തിൽ എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടില്ല. എനിക്ക് 3 സഹോദരന്മാരുണ്ട്. അവരുടെ മക്കളുടെ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ല. കോടിക്കണക്കിന് പദ്ധതികളുണ്ട്. പക്ഷേ എന്റെ പക്കൽ ബാങ്ക് ബാലൻസ് ഇല്ല. ഇങ്ങനെയുള്ള എന്നെ സർവാധികാരിയാണെന്ന് പറഞ്ഞാൽ
ആ പേര് ഈ രാജ്യത്തിനു വേണ്ടി ഞാൻ സ്വീകരിക്കാം. ഇതിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്മാറില്ല. തുടർന്ന് പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കും. തീർച്ചയായും ജനങ്ങളെ ഒന്നിച്ചുകൂട്ടി അത് മുഖേന സർക്കാരിന് പ്രഷർ കൊടുത്ത് സർക്കാരിനെ കൊണ്ട് താങ്കൾക്ക് ആവശ്യമുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കൂ. അങ്ങനെ ചെയ്തേ പറ്റൂ. സ്വാതന്ത്ര്യമെന്ന പേരിൽ ഈ നാടിനെ മുടിച്ചുകൊണ്ടിരിക്കുന്നവർക്കെതിരെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ശബ്ദമുയർത്തണം. അതാണ് ഏക വഴി. ജനങ്ങൾ ഐക്യത്തോടെ ശബ്ദമുയർത്തിയാൽ മാത്രമേ ഈ സർക്കാർ പരാജയപ്പെടുകയുള്ളൂ. നമ്മളൊരു ബ്രേക്ക് ഇടണം. അതാണൊരു പരിഹാരം. ജനങ്ങളുടെ ഐക്യം. ജനങ്ങൾ ഏകസ്വരത്തിൽ ഒരുമിച്ച് ഇതിനെതിരെ പോരാടണം. അങ്ങനെയെങ്കിൽ ജനാധിപത്യം ശക്തിപ്പെടും, സുതാര്യമാകും, സുസ്ഥിരമാകും. സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടും. എനിക്കിതിൽ വിശ്വാസമുണ്ട്. എനിക്കിതില് സ്വന്തമായി ഒരു ലാഭവുമില്ല. എനിക്ക് വേണ്ടി ഞാനൊന്നും ചോദിക്കുന്നില്ല. എന്റെ ജീവിതം തന്നെ രാജ്യത്തിനു വേണ്ടി, ഈ ജനങ്ങൾക്ക് വേണ്ടി അർപ്പിച്ചിരിക്കുന്നു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. कि दिल दिया है जान भी देंगे ये वतन तेरे लिए. എന്റെ രാജ്യത്തിനു വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കും. ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തിനു വേണ്ടി എന്റെ ജീവൻ ഞാൻ കൊടുക്കും. ഇതാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് ഞാൻ ലാത്തി കൊണ്ട് അടികൊള്ളാനും തയ്യാറാണ്, വെടിയുണ്ട കൊള്ളാനും തയ്യാറാണ്, മരിക്കാനും തയ്യാറാണ്. മറ്റൊരു കുറ്റവും ആരോപിക്കുന്നുണ്ട്. അതായത് താങ്കളുടെ പിന്നാലെ വരുന്നത് ട്വിറ്റർ ജനറേഷൻ ആണെന്ന്, അതുപോലെ ഫേസ്ബുക്ക് ജനറേഷനും ആണെന്ന്, അതുപോലെ ഇന്റർനെറ്റ് കണ്ടു വായിക്കുന്ന ജനറേഷനും ആണെന്ന്. പക്ഷേ നാട്ടിലുള്ള സാധാരണ ജനങ്ങളും ഗ്രാമത്തിലുള്ളവരൊന്നും ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറയുന്നു. ഞാൻ ഈ അടുത്താണ് 3 ലോ കോളേജ് സ്റ്റുഡൻസുമായിട്ടൊരു മീറ്റിംഗ് നടത്തിയത്. യുവാക്കളെ ബോധവൽക്കരിക്കുന്നു, യുവാക്കൾക്ക് ബോധവൽക്കരണം നൽകുന്നു. എന്റെ വലിയ വിശ്വാസം യുവാക്കളിലാണ്. ഞാൻ അവരോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഭഗത് സിംഗിന്റെയും സുഖ്ദേവിന്റെയും രാജഗുരുവിന്റെയും ത്യാഗത്തെ യുവാക്കൾ മറക്കരുത്. അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കണം. തൂക്കിലേറ്റാൻ പോകുന്നുവെന്നറിഞ്ഞിട്ടും, ആ തൂക്കുകയർ നേരിട്ട് കണ്ടിട്ടും, 2 മിനിറ്റിനകം മരിക്കാൻ പോകുമെന്ന് അറിഞ്ഞിട്ടും ഒരു ഭയവുമില്ലാതെ അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്നു. ഇൻക്ലാബ് ജിന്ദാബാദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. ബ്രിട്ടീഷുകാരെ നോക്കി ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും ഞങ്ങൾ തൂക്കിലേറാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി. ലതാ മങ്കേഷ്കർ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ. ए मेरे वतन के लोगों जरा आंख में भर लो पानी, जो शहीद हुए उनकी जरा याद करो कुर्बानी. वो कुर्बानी की याद. ആ ത്യാഗമൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത്, മനസ്സിലുണ്ടായിരിക്കണം. എന്റെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ഈ യുവാക്കളെയെല്ലാം കാണുമ്പോൾ എനിക്ക് 2ാം സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി, അതായത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇവരെല്ലാവരും മുൻനിരയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ, അതായത് പോരാട്ടത്തിൽ 74 വയസ്സുള്ള എനിക്ക് 2 അടി മുന്നോട്ടു പോകാനുള്ള ആത്മവിശ്വാസം കിട്ടുന്നു ഈ യുവാക്കളെ കാണുമ്പോൾ. അണ്ണാ സാർ, കോൺഗ്രസിന്റെ പുതിയ നേതാവായ ദിഗ്വിജയ് സിംഗ്, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അണ്ണായ്ക്ക് ഇപ്പോൾ 74 വയസ്സായി, ഇനി അദ്ദേഹം നിരാഹാരം ഇരിക്കാൻ പാടില്ല, അരവിന്ദ് സാറിനെ പോലുള്ള ചെറുപ്പക്കാരിക്കണമെന്ന്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാം. പബ്ലിക്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അണ്ണാജി, താങ്കൾ ജന്തർ മന്ദറില് കറുത്ത വംശജരായ ഇംഗ്ലീഷുകാരെ പുറത്താക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ കറുത്ത വംശജരെന്ന് പറയുമ്പോൾ ഏത് രാജ്യക്കാരാണ്? പുറത്താക്കണമെന്നല്ല പറഞ്ഞത്. അല്ല, അങ്ങനെയാണ് പറഞ്ഞത്. ഈ സർക്കാരിനെ മാറ്റിയതുകൊണ്ട് മാത്രം ഒരു പ്രയോജനവുമില്ല. ഈ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. ഈ സർക്കാർ പോയാൽ അടുത്തതായി വേറെ ആരാണ് വരിക? ഇവർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അവർ ഡോക്ടറേറ്റ് എടുത്തവരായിരിക്കും കറക്ഷനിൽ. മാറ്റുന്നത് കൊണ്ടൊന്നും സംഭവിക്കില്ല. മാറ്റുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം നമ്മുടെ രാജ്യത്തിനു വേണ്ടി. വെള്ളക്കാർ വിദേശികളാണ്, അതുകൊണ്ട് അവരെ ഓടിച്ചു വിട്ടു. ഇവർ നമ്മുടെ നാട്ടുകാരാണ്, ഇവരെ എങ്ങോട്ട് പറഞ്ഞയക്കും? ഇവർ നമ്മുടെ ആളുകളാണ്. അണ്ണാ സാർ, 1968 തന്നെ കോൺഗ്രസ് ഈ ലോക്പാൽ ബില്ല് കൊണ്ടുവന്നിരുന്നു. പിന്നീട് 14 ഗവൺമെന്റുകൾ വന്നു, 12 പ്രധാനമന്ത്രിമാർ മാറി. പക്ഷേ ഈ ലോക്പാൽ ബിൽ അങ്ങനെ തന്നെ നിലനിന്നു. ഇന്ന് കോൺഗ്രസ് അത് പാസ്സാക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ എന്തിനത് തടയുന്നു? എന്തിനാണ് ഗവൺമെന്റിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? അത് രാജ്യത്തിന്റെ പേര് മോശമാക്കുന്നു. ഗവൺമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിനെ ചെയ്യാൻ നമ്മൾ അനുവദിക്കണ്ടേ? ദയവ് ചെയ്ത് താങ്കൾ അതിന് അനുവദിക്കണം. ഇല്ലെങ്കിൽ താങ്കൾക്കെതിരെ തന്നെ സമരങ്ങൾ നടന്നേക്കാം. പോരാട്ടം നടക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല.
നടക്കട്ടെ. പോരാട്ടം നടത്തണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആർക്കും തടസ്സം നിൽക്കില്ല. കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ശിവസേന ആയിക്കോട്ടെ, മറ്റാരെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും നമ്മുടെ ആളുകളല്ലേ. ഞങ്ങൾക്ക് വ്യക്തിപരമായ വൈരാഗ്യമില്ല. ഞങ്ങൾക്ക് ആരുമായിട്ടും വ്യക്തിപരമായ വഴക്കുകളില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ല, ആദ്യം ആ ഒരു നിയമം വരട്ടെ, എന്നാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ അദ്ദേഹം സാധിക്കും. എന്താ പറയുന്നത് വെച്ചാൽ ആദ്യം ആ നിയമങ്ങളൊക്കെ വരട്ടെ, അതിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അതിനുശേഷം അത് ശരിയാക്കാമെന്ന്. നിങ്ങൾ മുഴുവൻ ഡ്രാഫ്റ്റ്സും സ്റ്റഡി ചെയ്ത് നോക്കൂ. സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഡ്രാഫ്റ്റ് വളരെയേറെ വീക്കാണ്. അതുകൊണ്ട് കറപ്ഷൻ ഒരിക്കലും ഇല്ലാതാവുകയില്ല. ഞങ്ങൾ പറയുന്നത് ഒന്നേ ഒന്നാണ്. ആ ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നു വരുന്നുണ്ട്. സർക്കാർ ജോയിന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ജോയിന്റ് കമ്മിറ്റി രൂപീകരിച്ച് 3 മാസമായി മീറ്റിംഗും നടക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഇല്ല, കഴിയില്ല എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ഈ ജോയിന്റ് കമ്മിറ്റി എന്തിനാണ് രൂപീകരിച്ചത്? ആവശ്യമില്ലാതെ നിങ്ങളുടെ സമയം പാഴായില്ലേ? അതുപോലെ ഞങ്ങളുടെ സമയവും ഇപ്പൊ പാഴായില്ലേ? ഞങ്ങളിത് ചെയ്യില്ല എന്ന് നേരത്തെ പറയാമായിരുന്നല്ലോ. ഇതൊരിക്കലും ശരിയല്ല. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ മായാവതി പറഞ്ഞിരിക്കുകയാണ്, താങ്കൾ തെറ്റായ സർക്കാരിനെയാണ് വിശ്വസിക്കുന്നത്, അവരുടെ കൂടെ ഒരു ഡിസ്കഷന്റെയും ആവശ്യമില്ല, ഈ ലോക്പാൽ ബിൽ നേരിട്ട് ജനങ്ങളുടെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് പാർലമെന്റിൽ പ്രക്ഷോഭം നടത്തണമെന്ന്. ശരി, അവര് പറഞ്ഞ ഈ അഭിപ്രായത്തെപ്പറ്റി ആലോചിക്കാം. ഗവൺമെന്റിന്റെ 5 പ്രതിനിധികളും ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം വോട്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലർക്ക് 5 ലക്ഷമോ 10 ലക്ഷമോ വോട്ടേഴ്സാണ് ഉള്ളത്. പക്ഷേ സിവിൽ സൊസൈറ്റിയിലുള്ളവർ, അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലക്ഷൻ പോലും ജയിക്കാൻ പറ്റാത്തവർ, ആ 5 പേർ ഇലക്ഷനിൽ നിന്നവരല്ല. പക്ഷേ അവര് ഇലക്ഷനിൽ നിന്നവരെ ചാലഞ്ച് ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് വോട്ട് വാങ്ങി വന്നവരെ തന്നെ ഇവർ എതിർത്ത് സംസാരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ തെറ്റെന്താന്ന് വെച്ചാൽ, നമ്മൾ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവർ നമ്മുടെ സേവകരാണ്. നമ്മൾ എന്തിനാണ് അവരെ തിരഞ്ഞെടുത്ത് പറഞ്ഞയക്കുന്നത്? അവർ നമ്മുടെ പണത്തെ സ്ഥിരമായി ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടിയാണ്. അതിനാണ് ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. ജനങ്ങൾ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിനവർക്ക് സമ്മതമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരവിടെ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പാർട്ടി ആരംഭിക്കൂ, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനങ്ങളുടെ പ്രതിനിധിയെ ജയിച്ച് നിയമങ്ങൾ ഉണ്ടാക്കൂ. അപ്പൊ ഞങ്ങൾ ഇത് സമ്മതിക്കാം. സിവിൽ സൊസൈറ്റിയുടെ അർത്ഥം എന്താണ്? സിവിൽ സൊസൈറ്റിയിൽ 5 പേര് മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ? പ്രശാന്ത് ഭൂഷണെയും ശശിഭൂഷണെയും പോലുള്ള ചില ലോയേഴ്സ് മാത്രം അതിനകത്ത് മതിയെന്നാണോ? അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കാൻ പാടില്ല താങ്കൾ? അങ്ങനെ ഇലക്ഷനിൽ നിന്ന് ജയിച്ച് താങ്കൾക്ക് പാർലമെന്റിലെത്തി എന്ത് നിയമങ്ങളും ഉണ്ടാക്കാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു അമ്പലത്തിലാണ് താമസം, 8-ന് 10 മുറിയിലാണ് താമസമെന്ന്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു പാർട്ടി ആരംഭിക്കാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. പക്ഷേ തെറ്റായ സർക്കാരിനെതിരെ ജനങ്ങളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിപ്പിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതായത് ജനങ്ങൾ വലിയ ശക്തിയാണ്. അതായത് ജനങ്ങളുടെ പ്രഷർ ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ അതിന്റെ ശക്തി അധികമാകും. അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം, അതായത് ഞാൻ ശ്രമിക്കുന്നത് നല്ല കഴിവുള്ള ധൈര്യമുള്ള യുവാക്കൾ, അവരോടാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറയുന്നത്. ആദ്യം നല്ല വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കണം. സുതാര്യമായ പെരുമാറ്റം, നല്ല അച്ചടക്കം, കളങ്കമില്ലാത്ത ജീവിതം, ത്യാഗം, അപമാനം സഹിക്കാനുള്ള ശക്തി ഉണ്ടാവണം. അതുപോലെ തന്നെ സമൂഹത്തിനു വേണ്ടി വിളക്കുപോലെ ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രചരണം നടത്താൻ ഞാൻ മുന്നിലുണ്ടാവും. ഒരു പാർട്ടിയും ആവശ്യമില്ല. പാർലമെന്റിനകത്ത് ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ആളുകൾ നമ്മുടെ പാർലമെന്റിനകത്തേക്ക് പോകണം. നല്ല സ്വഭാവമുള്ളവർ. സർ, എന്റെ ചോദ്യം ഇതാണ്. താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കോ അതോ താങ്കൾ നിരസിക്കോ? ഒരുപക്ഷെ താങ്കളെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ താങ്കൾ അത് അംഗീകരിക്കൂ? ഈ ചേറിനകത്തിറങ്ങി അത് എന്റെ മേൽ തെറിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതോടൊപ്പം ഇതുപോലെ എനിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നു. MLA ആവാനും MP ആവാനും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വന്നു. ഞാൻ ആ ചെളിക്കകത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോ ചില തെറ്റായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ കറപ്ഷന് എതിരായിട്ട് ശബ്ദമുയർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇലക്ഷനിൽ ജയിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നു. ശരിക്കും ഇതാണോ ജനാധിപത്യം? ഇത് ശരിക്കും അങ്ങനെയല്ല. ഇവിടെ ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകള്, അങ്ങനെയുള്ള ചിലർ ഇവിടെ ഒരു തെറ്റായ ഡിബേറ്റ് തുടങ്ങിയിരിക്കുകയാണ്.
കറപ്ഷനെതിരെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇലക്ഷനിൽ ജയിച്ചിട്ട് വരാൻ പറയുന്നു. നമ്മുടെ ടാക്സ് ആണ്. ഞാൻ ടാക്സ് അടിക്കുന്നുണ്ട്, ഇദ്ദേഹം ടാക്സ് അടിക്കുന്നുണ്ട്, എല്ലാവരും അടിക്കുന്നുണ്ട്. നമ്മുടെ ടാക്സ് ആണ് അവർ മോഷ്ടിക്കുന്നത്. എന്നിട്ട് അവർക്കെതിരെ സംസാരിക്കണമെങ്കിൽ നമ്മൾ ഇലക്ഷനിൽ ജയിച്ചിട്ട് പോകണം അത്രേ. ഇതൊക്കെ എന്ത് ന്യായമാണ്? അതായത് ഞങ്ങളെ എതിർത്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ട. ഞങ്ങൾക്ക് സാധാരണ മനുഷ്യരെ പോലെ തന്നെ കഴിഞ്ഞാൽ മതി. ഇതിലെന്താ ഇത്ര തെറ്റുള്ളത്? ഒരുപക്ഷെ ഞാൻ മിനിസ്റ്റർ ആയാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ പോലൊരു നിയമം എനിക്ക് കൊണ്ടുവരാനായി കഴിയും. ഇപ്പൊ ഞാൻ പുറത്തു നിൽക്കുന്നത് കൊണ്ട് ഇനിയും 10 വർഷം അതിനുവേണ്ടി പോരാടാൻ എനിക്ക് കഴിയും. ഏത് കാര്യം നേടാനും പോരാടാൻ ഉറച്ചു. അതിനുശേഷം പ്രസിഡന്റിന്റെ ഇന്ന് സർക്കാർ സൈൻ വാങ്ങിച്ച് ഈ നിയമം കൊണ്ടുവരേണ്ടി വന്നു അവർക്ക്. രാഷ്ട്രീയത്തിനുള്ളിലല്ലാതെ പുറത്തു നിന്നാൽ ഇതൊക്കെ ചെയ്യാൻ കഴിയും. കോൺഗ്രസ് പാർട്ടിയുടെ മീഡിയ ഇൻചാർജായ ജനാർദ്ദൻ ദീദി എന്താ പറഞ്ഞെന്ന് വെച്ചാ, ജനാധിപത്യത്തിന് അതിൻ്റെതായ ചില കീഴ്വഴക്കങ്ങളുണ്ട്. ജനവികാരം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ് ഉണ്ട്. അത് പാർലമെന്റും നിയമസഭയും റെപ്രസെന്റ് ചെയ്യുന്നു. അതുകൊണ്ട് നിയമം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ പാർലമെന്റിന്റെ സുപ്രീമസിയെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇത് ജനാധിപത്യത്തിന്റെ കഴുത്തറുക്കുന്നത് പോലെയാവും. സാറേ, നിങ്ങൾ പറയുന്നതും കറക്റ്റാ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, നിങ്ങൾ പാർലമെന്ററി ഡെമോക്രസിയെക്കുറിച്ചല്ലേ പറഞ്ഞത്? അതായത് പാർലമെന്റിൽ ഈ 62 വർഷത്തിനിടെ ആരും ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായി പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടില്ല. അതായത് ഡൽഹി പാർലമെന്റിനേക്കാളും നിയമസഭയേക്കാളും മുകളിലായിരിക്കണം ഗ്രാമത്തിലെ ഭരണ സംവിധാനങ്ങൾ. കാരണം ഗ്രാമസഭ ആരും നിയമമെഴുതി ഉണ്ടാക്കിയതല്ല. ഈ പാർലമെന്റും അസംബ്ലിയും ജനങ്ങളാൽ ഉണ്ടായതാണ്. ഇവരാണ് MLAയും MPയെയും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഇരുസഭകളും രൂപപ്പെട്ടത്. പക്ഷേ ജനങ്ങളുടെ സഭയാണ് ഏറ്റവും വലുത്. പക്ഷെ ആരും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. പാർലമെന്റിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അതിനെതിരെ ശബ്ദിക്കാനുള്ള അധികാരം വേണമോ വേണ്ടയോ? അതേപോലെ ലോക്പാലിൽ തെറ്റ് സംഭവിച്ചാൽ അതിനെതിരെയും നമ്മൾ ശബ്ദിക്കും. ലോക്പാലിന് തെറ്റുപറ്റിയാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കില്ല എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? ഉറപ്പായും നമ്മൾ അതിനെതിരെയും പ്രതികരിക്കും. ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പാർലമെന്റാണ് സുപ്രീം എന്നൊരു നറേറ്റീവ് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്.